എടാ ഇവിടെ ഈ അടുത്ത് ഗൾഫിൽ പോയ അവന്റെ വീട് എവിടെയാ? അയാളെ വീട് ഗൾഫിൽ സാറേ. അവൻ ഗൾഫിൽ പോണ മുമ്പ് എവിടെയായിരുന്നു? എയർപോർട്ടിൽ സാർ. ഒട്ടനാടാ ഗൾഫിൽ പോണതിന് മുമ്പ് തൊട്ട് മുമ്പ് അവൻ എവിടെയായിരുന്നു? പ്ലെയിനിൽ സാറേ. വീട് സോഹ ആൾക്കാരൊക്കെ റിയൽ ലൈഫിലാ റൊമാൻറ്റിക് അല്ല, റീലിലെങ്കിലും ഒന്ന് റൊമാൻറ്റിക് ആവും സോഹ. എനിക്ക് റൊമാൻറ്റിക് ഒന്നും ആവാൻ അറിയത്തില്ല. നീ എന്നോട് എപ്പോഴും അടി കൂടണോ, എന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്യണോ, ഇങ്ങനെ അടിക്കണം, എന്റെ മുടിയിലൊക്കെ പിടിച്ച് വലിക്കണോ? മുടി പിടിച്ച് കറങ്ങണമല്ലേ? റൊമാൻറ്റിക് കൂടിപ്പോയോ? സ്നേഹം തൊട്ട് തൊട്ട് തരുമോ, കനവിൽ മുട്ടി മുട്ടി നീ വരുമോ വരുമോ. അപ്പൊ ഈ ചെറിയ ഗോവൻ ട്രിപ്പിന്റെ മൊത്ത ചെലവ് വന്നേക്കുന്നത് 3,27,300 രൂപ. ആ ട്രിപ്പിന്റെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞേ കേട്ടോ. പിന്നെ ഇവൻ വെള്ളം അടിച്ചൊരു കാറ്റാട് സ്കൂട്ടർ എടുത്തോണ്ട് ഹൈവേ പെറ്റി 15,000. 5,000 ഇല്ലേ? 5,000 ആയിരുന്നു. ഗോവ SI നിന്റെ വല്യച്ഛനാന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കഴപ്പ് കാണിച്ചപ്പോ പോയി ഒരു 10,000. മദ്യം വിഷമാണ്. ഇന്ന് പെങ്ങളെ പെണ്ണ് കാണാൻ വേണ്ടി ഒരുത്തം വന്ന് ആ ഒരു പണിയില്ലാത്ത പറയില്ലേ, അവൻ 25 പവൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്റെ പെങ്ങളെ കെട്ടാം. ഒരു പവന് 60,000 രൂപ. അപ്പൊ എത്ര രൂപയായി? പക്ഷേ ഹ്യൂജ് എമൗണ്ട് ആശയം. ഒരിക്കൽ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് എനിക്ക് 500 രൂപ കിട്ടിയ എന്റെ തർക്കം ഇതുവരെ തീർന്നിട്ടില്ല. അച്ഛന്റെ ആണോ എന്റെ ആണെന്ന് അറിയാതെ ആ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നാണ് 25 പവൻ ചോദിച്ചത്. അദ്ദേഹം ഒന്ന് പാന്റാണ് ഇട്ടത്, കയ്യിലായിരുന്നു ഊരി വീശാനെല്ലാം കൂടെ. ഒരു 10 കിലോയെങ്കിലും വരും. എന്തോന്ന് 10 കിലോ? അല്ല ഈ സ്വർണത്തിന്റെ വെയിറ്റ്. പാവട അവൻ വിചാരിച്ച നിന്റെ അച്ഛന്റെ സ്വർണത്തിന്റെ വെയിറ്റ് ആയിരിക്കും. ഗംഗ റിവർ ആണോ പോണ്ടാണോ? റിവർ അല്ല പിന്നെ പോണ്ടാണ്. കേട്ടിട്ടില്ലേ ഗംഗ ഇപ്പൊ പോണ്ടാന്ന്? ഈ വെളുക്കുന്ന ക്രീം ഉണ്ടാ? എന്ത് ചോദ്യം അത്? ഇതാ നല്ല അടിപൊളി ക്രീം, നല്ല മാല് വെളുക്കും. എന്നാ പിന്നെ കുറച്ചെടുത്ത് തേച്ചോളൂ. പയ്യന്ത് കോലിത് ബോസേ, ഇവിടെ പട്ടി ബിസ്ക്കറ്റ് കിട്ടുന്ന സ്ഥലം ഉണ്ടാ? ആ പട്ടി ബിസ്ക്കറ്റ് കിട്ടുന്ന ഷോപ്പ് അപ്പുറത്ത് തന്നെ, നമ്മൾ തന്നെ. നിങ്ങൾക്ക് എന്ത് പാർസൽ ഉണ്ടല്ലോ അടുത്ത് കഴിക്കാനാ? ഞാനിന്ന് അച്ഛനെ ഇംപ്രസ് ചെയ്യിക്കും. കടലക്കറി ഉണ്ടാക്കാനുള്ള കടല ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതെന്തോന്ന് കടല ഇത്? ബീച്ചിൽ കിട്ടുന്ന കടല. ദൈവമേ, ഇന്ന് കപ്പലണ്ടി കറി കഴിക്കേണ്ടി വരുമല്ല. എടീ വെടല, ഇത് കടലല്ല, ഇത് കപ്പലണ്ടി. അണ്ണാ ഫസ്റ്റ് അടിക്ക് ബോധം പോണേ. നീ ആ ചെറുക്കിന് തമ്മിലുള്ള പ്രശ്നം തോന്നുന്നു. അവ എന്നെ നോക്കി ചിരിച്ചില്ല. എന്തോന്ന് ചേട്ടാ അവൻ വരുന്ന അടി തുടങ്ങിക്കോ. ഇത്രയും പല്ലെടുത്ത് വെളിയിട്ട് ചിരിക്കുന്നതാണ് എങ്ങനെ നമുക്ക് ചിരിച്ചില്ലെന്ന് പറയുന്നത്. ചിലപ്പോ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്തായിരിക്കും ഇപ്പം പറഞ്ഞത് ചിരിച്ചില്ലെന്ന്. ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, പുതിയതായിരിക്കും അല്ലേ? ആ നമ്മളിവിടെ പുതിയതാ. അതുപോട്ടെ, നിങ്ങളെന്താ ഇവിടെ? ബ്രോണി ഇടിച്ച് നോക്കാൻ വന്നത്. ഓഹോ, അപ്പൊ ഇവനുമായിട്ടല്ല എന്റെ ചുറ്റിക്കളി. അപ്പ എന്റെ ഫ്രണ്ടാ. ഹലോ പപ്പ. ചിഞ്ചുടെ പപ്പയാണല്ലേ പപ്പ? ആണെങ്കിൽ ആക്ച്വലി എനിക്ക് ചിഞ്ചുടെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല ചിഞ്ചു? അല്ല, എന്നെ മാത്രല്ല അപ്പനെയും ഭയങ്കര ഇഷ്ട. അപ്പന്റെ പട്ടാളക്കഥയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലോട്ട്സ് ഓഫ് വെടിക്കഥകളല്ലേ പപ്പ? നമ്മുടെ ഭാര്യമാരുടെ സങ്കല്പം നോക്കി ഭാര്യയായിരിക്കും. If you were to marry, how much would you expect your husband to earn on a monthly basis? 5 lakhs per month. മാസം 5 ലക്ഷം എന്നല്ലേ എന്റെ ഭാര്യ പറഞ്ഞത്. സമാധാനമായി. അപ്പൊ പെണ്ണ് കിട്ടത്തില്ല. വേണ്ട, മനം പൊള്ളും നോവും വേണ്ട. എടാ നീ എന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളണേ. എന്നെയാണ് എന്നെ അറിയാൻ ആൾക്കാരി പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. ആ റൂമിനകത്ത് ഒരു സുന്ദരി കൊണ്ടുപോയി കൊടുത്തത്. അയ്യോ പറ്റിച്ചെല്ലടാ. അല്ലെങ്കിൽ ഒറ്റത്തടിയായിട്ടൊക്കെ നടന്നാ മതിയോ? കുടുംബമൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റിയിട്ടുള്ള സങ്കല്പം എന്താ? എന്റെ പെണ്ണ് റോട്ടിൽ കൂടെ പോകുമ്പോ നാട്ടുകാർ പറയണം എന്ത് ഞാൻ പുണ്യം ചെയ്തവരാ.
അങ്ങനെ ആയിരിക്കില്ല, അവളെന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നായിരിക്കും. അടിച്ച് ഊറ്റം. സൽമാനെ 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 ഓടുണ്ട് മരുതര. കോളേജ് അടുത്ത പിന്നെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നിന്റെ വീട് എവിടെയാണ്? നിന്റെ വീടിന്റെ അടുത്ത്. അലന്റെ വീട് എവിടെയാണ്? ആശിറിന്റെ വീടിന്റെ അടുത്ത്. ഓക്കെ, ആശിറിന്റെ വീട് എവിടെയാണ്? വിനായകന്റെ വീടിന്റെ അടുത്ത്. ആ, അപ്പൊ വിനായന്റെ വീട് എവിടെയാണ്? അതല്ലേ പറഞ്ഞ് നിന്റെ വീടിന്റെ അടുത്തെന്ന്. അപ്പൊ എന്റെ വീട് എവിടെയാണ്? എന്തോ വലിയ ഡയലോഗ് പറയാൻ വന്നതല്ലേ, കയ്യിന്ന് പോയല്ലേ? സത്യം. എന്തിനാണ് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ചിരിക്കണേ? ഗൈസ്, ഏതോ കൂതറ വോട്ട്സ് ഇവിടെ എങ്ങാണ്ട് ഇരുന്നത് എടുത്തു വെച്ച് കുടിച്ചിട്ട് ഇതാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക കുറച്ചു മുമ്പ് തൊട്ടേ. എനിക്ക് അറിഞ്ഞൂടെ ഇവന്റെ പ്രശ്നം എന്താണെന്ന്. ഞാൻ പറ്റിയ അതെ 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 ഇനി അതുകൂടെ കൊണ്ടോണ്ട് എക്സസൈസ് കൊണ്ടുപോകണ്ടേ. ഇന്നലെ കവലയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഒരുത്തിന് തലയും കടിച്ചു പിടിച്ചു. അവനെ അടുത്ത് ആ ഓടയിലങ്ങിട്ട് ക്ലോസ് ആക്കി. ഡെഡ്ലി കോമ്പിനേഷൻ. കാര്യം തിരിയും. കടയിൽ ചെന്ന് രണ്ടുപേർ പാലോചിച്ചപ്പോ ഉമ്മെന്ന്. ആരാവൻ ഉമ്മെന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണ്. ഉമ്മെന്ന് പറഞ്ഞ വാക്ക് അത്ര മോശം വാക്കാണ്. പിന്നല്ലാതെ അതല്ലേ ദേഷ്യം വരുമ്പോ പെമ്പിള്ളേർ ഉമ്മെന്ന് മെസ്സേജ് അയക്കുന്നത്. എനിക്കാണെങ്കിൽ അത് കാണുമ്പോ കലി വരും. അപ്പോഴാണ് നോക്കുന്നത്. ചന്ദ്രേട്ടൻ ചായ എടുത്തോ? PSC ക്ലാസ് ഉണ്ട്, എന്തായാലും നിങ്ങൾ ബുദ്ധി വെച്ചിട്ട് വിളി കേട്ടോ. ബൈ. അപ്പൊ ബുദ്ധിയുള്ള നിന്റെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഒരു മരത്തിന്റെ കൊമ്പില് 10 പക്ഷി ഇരുന്നു. അതിൽ ഒരു പക്ഷി ഞാൻ വെടിവെച്ചു. ബാക്കി എത്ര പക്ഷി? It's 9. എടാ മണ്ട, വെടിയുടെ സൗണ്ട് കേട്ട് എല്ലാ കിളിയും പറന്നു പോകൂലേ? ഈ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള പനി ഏതാണ്? ഈ മലേറിയ അങ്ങനത്തെ ഒക്കെ അസുഖങ്ങൾ. കമ്പനി. ഈ ലോകത്തിൽ ആദ്യമായിട്ട് തുരങ്കം ഉണ്ടാക്കിയതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. തൊലി പെരിച്ചാഴി. ഒരാൾക്ക് പെട്ടെന്ന് പൊക്ക കൊണ്ടുപോയി എന്ത് ചെയ്യണം? ഒരിക്കലും സയൻസിൽ കണ്ടെത്തിയിട്ടില്ല. വെണ്ടയ്ക്ക പൊക്കം ഇല്ലാത്ത ഒരാളെ കൂടെ പോയി നിന്നാ മതി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.